ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തണ്ണിമത്തൻ്റെ പുറന്തോട് വച്ചിട്ട് ഒരു അച്ചാറാണ്. ഇത് വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് ആരും കളയരുത്. ഇത് വെച്ചിട്ട് കിച്ചടി ഉണ്ടാക്കാം, തോരൻ ഉണ്ടാക്കാം, ഒഴിച്ചുകറി ഉണ്ടാക്കാം. ഇങ്ങനെ പല സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ നല്ല ജലാംശമുണ്ട്, അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നല്ല ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതായിട്ടുള്ള സാധനങ്ങളെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഈ പുറന്തോട് കളയണം കേട്ടോ. ഈ അകത്തുള്ള സംഭവമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അകത്തുള്ള ഈ വെള്ള കളർ സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ പുറന്തോട് മുഴുവൻ കളയണം, തൊലി മുഴുവൻ ചെത്തി കളയണം. നമ്മൾ ഇതിൻ്റെ പുറന്തൊലി മുഴുവൻ ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പാർട്ട്. ഈ ഒരു പാർട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പുറന്തൊലി ചെത്തി കളഞ്ഞിട്ടുണ്ട്. നമ്മൾ തൊലി ചെത്തിയ തണ്ണിമത്തൻ്റെ തോടിനെ ഇങ്ങനെ ഈ ഒരു അളവിന് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. തൊലി ചെത്തി അരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു 450 ഗ്രാം ഉണ്ട്. ചട്ടി ചൂടാക്കി അതിലേക്ക് വഴറ്റാൻ ആവശ്യമായ അത്രയും നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്കതിൽ കടുക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കടുകാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത്. ഇത് പൊട്ടുമ്പോഴേക്കും ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണുള്ളത്, നീളത്തിലരിഞ്ഞതാണ്. ഇത് നിങ്ങൾക്ക് ഇതിനേക്കാളും ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളി നല്ലപോലെ ഉണ്ടെങ്കിൽ ഒരുപാട് വെളുത്തുള്ളി ചേർക്കാം. അത് കഴിഞ്ഞ് നീളത്തിലരിഞ്ഞ ഇഞ്ചി, അതും ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഒരു 6 പച്ചമുളക് ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിനെയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇനി ഇതിനെ വഴറ്റി കൊടുക്കണം. ഈ ഒരു പരുവം വരെ വഴറ്റണം. ഈ ഒരു പരുവം ആവുമ്പോഴേക്കും നമുക്കിനി തണ്ണിമത്തൻ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ വഴറ്റി കൊടുക്കുക. കുറച്ച് സമയം വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഇനി അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കണം. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ഈ തണ്ണിമത്തനിൽ ഉണ്ടായിരുന്ന വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഏകദേശമൊക്കെ വറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ കുറേ വെള്ളം ഊറി വന്ന് അതിനുശേഷം അത് വറ്റിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് നല്ലപോലെ ഇട്ടിട്ടുള്ളതുകൊണ്ട് എരിവുള്ള മുളക് പൊടി ഇടണ്ട. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നല്ലപോലെ വഴറ്റി കൊടുക്കുക.
3/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. നല്ലപോലെ വഴറ്റി കൊടുക്കുക. പച്ചമണം മാറ്റുക. തണ്ണിമത്തൻ്റെ തോടിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിനി വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ് പുളിപ്പിനായിട്ട്. രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 3/4 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കാം. ഇനി ഈ വെള്ളമെല്ലാം നല്ലപോലെ വറ്റണം. ഇനി നല്ലപോലെ തിളപ്പിക്കണം. തിളയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപ്പും പുളിയും നോക്കാം. ഉപ്പോ പുളിയോ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വിനാഗിരിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെക്കണ്ട, അടച്ച് വെക്കാണ്ട് തന്നെ നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഇതെല്ലാം തിളച്ച് വെള്ളം കുറേയൊക്കെ വറ്റാറായി. എണ്ണയൊക്കെ അതാ പുറത്ത് തെളിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ റെഡിയായിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തണ്ണിമത്തൻ തോട് കൊണ്ടുള്ള അച്ചാർ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്